ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നത തലത്തിൽ വരെ വൻ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ബന്ധം ഉപയോഗിച്ച് നേടിയത് കോടികൾ. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചു. 2019 കവർച്ച മറയ്ക്കാൻ 2024 മുതൽ ശ്രമം തുടങ്ങിയെന്നും കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഉന്നത തലത്തിൽ വരെ വൻ ഗൂഢാലോചന നടന്നതായുള്ള കണ്ടെത്തൽ. നേരത്തെ തന്നെ ഹൈക്കോടതി അത്തരത്തിലൊരു ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? രോഹിണി, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ വീണ്ടും SIT സംഘം എത്തിയിരിക്കുന്നു എന്നതാണ്. SITയുടെ പരിശോധന വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്ന് SIT അന്വേഷിക്കുന്നത്, കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആ രേഖകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് SIT സംഘം വീണ്ടും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും ഇന്ന് ഉച്ചവരെ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്ന് തന്നെ അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്ന് തിരിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആ രേഖകളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. കാരണം 2019 ചില ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് SIT ശേഖരിച്ചിരുന്നത്. ഇതിനുശേഷം ഈ ബാങ്കുകളിലെത്തി വളരെ കൃത്യമായ പരിശോധന SITയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിലാണ് ഇനി ചില വ്യക്തത വേണ്ടത്. അതിനുവേണ്ടിയാണ് അന്വേഷണ സംഘം വീണ്ടും എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചെന്നൈയിൽ SITയുടെ നേതൃത്വത്തിലുള്ള പരിശോധന സ്മാർട്ട് ക്രിയേഷൻസിൽ പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഒരു സംഘം ബംഗളൂരുവിലും തുടരുന്നുണ്ട്. അവിടെയും പരിശോധന ഇന്നും തുടരുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവുക. ഏതായാലും ഇന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഒരു യോഗം ചേരുന്നുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേരുന്നത് പ്രധാനമായും അന്വേഷണ പുരോഗതി വിലയിരുത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 10 ദിവസം കൂടുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഒരു യോഗം ചേരുന്നത്. ഏതായാലും ഇപ്പോൾ SIT സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ 2 ദിവസമായി SITയുടെ നേതൃത്വത്തിൽ 3 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടികളുടെ ഇടപാടുകൾ നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് കോടികളുടെ ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയാണ് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത SIT വരുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഭൂമി ഇടപാടുകൾ സൂചിപ്പിക്കുന്ന രേഖകളാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ആ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് 2019 മുതൽ ഇങ്ങോട്ട് വളരെ കൃത്യമായ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു എന്നത് തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചത്. മാത്രമല്ല, ഉന്നത തലത്തിലുള്ള ഇടപാടുകൾ ഈ സംഭവത്തിൽ നടന്നു. ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോടികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമാക്കിയത് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്കും SIT നിലവിൽ പോകുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിനൊപ്പം ഈ ഉന്നത ബന്ധം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കും അന്വേഷണം പോകേണ്ടതായുണ്ട്. പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ 2019 കവർച്ച മറയ്ക്കുന്നതിന് വേണ്ടി 2024 വീണ്ടും ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് യഥാർത്ഥ സ്വർണ്ണപ്പാളികളാണ്. ആ സ്വർണ്ണപ്പാളികൾ കവർന്നതിന് ശേഷമാണ് ചെമ്പ് പാളികളിൽ സ്വർണ്ണം പൂശി വീണ്ടും സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. ഇത് 2024 ഈ സ്വർണ്ണത്തിൻ്റെ നിറം മങ്ങുകയാണ്. അതായത് സ്വർണ്ണം പൂശിയതിൻ്റെ നിറം മങ്ങി വീണ്ടും ചെമ്പ് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പിന്നീട് സംശയത്തിന് ഇടയാക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീണ്ടും ഒരു ഗൂഢാലോചന 2024 തുടങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിനെ കത്തയക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇത് സൗജന്യമായി ചെയ്തു നൽകുന്നതാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് തിരിച്ചു കൊടുത്തയക്കാനും പറഞ്ഞുകൊണ്ട് വീണ്ടും ദേവസ്വം ബോർഡിന് കത്ത് നൽകുന്നു. ഈ സമയത്ത് വളരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു. എന്നിട്ടും ഈ ദേവസ്വം ബോർഡ്, അതായത് നിലവിൽ PS പ്രശാന്ത് അധ്യക്ഷനായിരിക്കുന്ന ദേവസ്വം ബോർഡ് തന്നെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല. അതുതന്നെയാണ് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും വലിയൊരു ഗൂഢാലോചന 2024 നടന്നു എന്ന് നിലവിൽ SIT കണ്ടെത്തിയിരിക്കുന്നു. അതിലേക്കും അന്വേഷണം പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് നിലവിൽ ഇപ്പോൾ SIT കടക്കുകയാണ്. നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഘട്ടത്തിൽ നടക്കുന്നു. 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം SIT സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കണ്ടെത്താനുള്ളത് 109 ഗ്രാം സ്വർണ്ണമാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസ് കൂലിയായി ഈടാക്കി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതും. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്വർണം കണ്ടെടുക്കാനുള്ള നീക്കവും ഏതായാലും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നിലവിലിപ്പോൾ ചെന്നൈയിലും ബംഗളൂരുവിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്.
രോഹിണി. ശരി രാജീവ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നത തലത്തിൽ വരെ വൻ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ബന്ധം ഉപയോഗിച്ച് നേടിയത് കോടികൾ. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവയ്ക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചു. 2019 കവർച്ച മറയ്ക്കാൻ 2024 മുതൽ ശ്രമം തുടങ്ങിയെന്നും കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ചെന്നൈയിൽ തുടരുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുകയാണ്. പിടിച്ചെടുത്ത ചില രേഖകളിൽ വ്യക്തത തേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.